അല്ല, വേറെ ഓപ്ഷൻ ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇതല്ലെങ്കിൽ ഇത്, അത് രണ്ടും കമ്പയർ ചെയ്താലേ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പൊ കയ്യില്. ഞാനിപ്പോ നീറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ 2 വർഷം അല്ല, അത് റിപ്പീറ്റ് കഴിഞ്ഞു. ചെയ്തൊക്കെ നോക്കിയത്. ആ അതിലിപ്പോ ഒരു ഓപ്ഷനും ഇല്ലല്ലോ. മെഡിക്കൽ നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റാങ്കുകളിൽ എന്തെങ്കിലും ഓപ്ഷൻ ബാക്കി ഇരിപ്പുണ്ടോ? ഞാൻ MBBS വേണ്ടി തന്നെയാണ് നോക്കുന്നത്. വേറെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇപ്പോ? ചോദിച്ചത് മനസ്സിലായില്ല. അല്ല, നീറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ അതിൽ വല്ലതും? ഓപ്ഷൻ ഇപ്പൊ അലോട്ട്മെന്റ് തുടങ്ങിയിട്ടില്ല. ഞാൻ എന്തായാലും അലോട്ട്മെന്റിന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, കിട്ടുമോ എവിടെയെങ്കിലും? കിട്ടാൻ ഇന്ത്യയില് കിട്ടാൻ ചാൻസ് ഉണ്ട്, കേരളത്തിൽ കുറവാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ MBBS ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടും എന്നാണ് പറയണത്. ആ സാധാരണഗതിയിൽ ഒരു 25,000-നുള്ളിൽ റാങ്ക് കിട്ടിയാൽ കിട്ടും എന്നാണ് പറഞ്ഞു അതെ, കേട്ടിട്ടുള്ളത്. അപ്പൊ പിന്നെ അതിന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോ പക്ഷെ ജോസാഡ് കൗൺസിലിംഗ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ല, ഞാൻ അലോട്ട്മെന്റ്. ചോദിക്കുന്നത് ആ 30,000 റുപ്പീസ് ആണോ വലുത്, എന്നിട്ട് എല്ലാ വർഷവും ഇത് കൊടുക്കുന്നതാണോ വലുത്, അല്ല MBBS ഓപ്ഷൻ കിട്ടിയിട്ട് ആ ഒരു ഓപ്ഷന് പോകുന്നതാണോ ഇഷ്ടം? ഇഷ്ടം MBBS തന്നെയാ. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് പിന്നെയും പിന്നെയും ചിന്തിക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ മോളെ? ഏറ്റവും വലിയ ടെൻഷൻ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിനേക്കാളും വലിയൊരു പ്രശ്നം വീട്ടിലുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും സംസാരിക്കുമോ? പറയൂ, സംസാരിക്കുമോ? അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതി വെക്കുക. നീറ്റ് ഇത്ര ആണ് എൻ്റെ റാങ്ക്, ഇന്ന സ്ഥലത്ത് കിട്ടിയാൽ ഞാൻ ബാക്കിയൊക്കെ സെറ്റിൽമെന്റ് ഒക്കെ പിന്നെ, അതാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്, ഐ ആം ഗോയിങ് എഴുതി വെക്കുക. അത് വലുതായിട്ട് എഴുതി വെക്കുക. ബൈ ചാൻസ് അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ്, എനിക്ക് ഇന്ന സ്ഥലത്താണ്, കേരളത്തിന് വെളിയിൽ ബിടെക്കിൽ ഇന്നിടത്തൊക്കെയാണ്. കാരണം 2 കൊല്ലം റിപ്പീറ്റ് ചെയ്തു. എപ്പോഴും പ്രൊഫഷണൽ ഡിഗ്രിയിൽ ഏറ്റവും ഹയസ്റ്റ് മെഡിക്കലാണ്. ഓക്കെ, അത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും, ജോലി കിട്ടും. ഒന്നുമില്ലെങ്കിൽ ഇതും തൂക്കിയിട്ടൊരു സ്ഥലത്ത് തുടങ്ങാലോ. അതിനിപ്പോൾ ആരെങ്കിലും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അത് ചെയ്യാം. അതിന് ധൈര്യത്തിൽ, അതിന് വേറെ ആരുടെയും സജഷൻ ചോദിക്കാനൊന്നും പാടില്ല, എന്റേതടക്കം. ഞാൻ സജഷനായിട്ട് പറയുന്നതും അല്ല, മോളുടെ ഉള്ളിലുള്ള തീരുമാനം ഞാൻ ഒന്നും കൂടി പറയുന്നത് മാത്രം. ശരിയല്ല? ആണോ അല്ലയോ? അപ്പൊ അത് എഴുതി വെക്കുക, എന്നിട്ട് പിന്നെ ചിന്തിച്ചോണ്ടിരിക്കരുത്. മനസ്സിലായോ? പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ എക്സാം എഴുതി കഴിഞ്ഞപ്പോ അതൊരു ഡള്ളായിരിക്കണ പോലെ അതൊക്കെ പോട്ടെ. ഞാനിങ്ങനെ നമ്മുടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ സീറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കരുത്. മോക്ക് എവിടെ അലോട്ട്മെന്റ് തരണം എന്നുള്ളത് കോളേജുകാരുടെയും ഗവൺമെന്റുകാരുടെയും ആ ബോർഡിന്റെ ഒക്കെ തീരുമാനം. ആ അലോട്ട്മെന്റ് വരുമ്പോൾ അവിടെ ചേരണോ വേണ്ടത് മോളുടെ തീരുമാനം. അതിപ്പോ കിട്ടാനുള്ള സാധ്യത എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, മെഡിക്കല്. ദാറ്റ് ഈസ് യുവർ പ്രിഫറൻസ് നമ്പർ 1. 100% കറക്റ്റ് ആണോ അല്ലയോ? അതിൽ 30 പോയാൽ പോട്ട് നോക്കണം, അതിനേക്കാളും പോവും ജീവിതത്തിൽ. ഇനി അത് കിട്ടിയാ കിട്ടി, വാപ്പസ് തിരിച്ചു കിട്ടാണ്, കിട്ടി, പോയാ പോയി. അതൊന്നും അല്ലല്ലോ ജീവിതം. അതുകൊണ്ട് കൃത്യമായിട്ട് അത് എഴുതി വെക്കാം. ഇനി അത് ഡിസ്കസ് ചെയ്യരുത് ആരുമായിട്ടും. ഇനി അതില്ല എന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ എവിടെ കിട്ടിയാലും, ലോകത്ത് എവിടെ കിട്ടിയാലും പോകുന്നില്ലേ ആൾക്കാർ? ലോകത്ത് എവിടെ കിട്ടിയാലും പോകുന്നുണ്ട് ആൾക്കാർ. ചൈനയിൽ പോകുന്നുണ്ട്, സ്വിറ്റ്സർലാൻഡിൽ പോകുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ പോകുന്നുണ്ട്, ജോർജിയയിൽ പോകുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഞാൻ പബ്ലിഷ് ചെയ്യാനിരിക്കുന്നുണ്ട് കുറച്ച്, അതിനകത്ത് ജോർജിയയിൽ പോകുന്നുണ്ട് ആൾക്കാർ. കുറച്ച് പേര് ഉക്രൈനിൽ പോയിട്ട് യുദ്ധത്തിന്റെ സമയത്ത് പെട്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടരുത്. അത് തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ ഓപ്ഷൻ MBBS എഴുതി വെക്കുക.
മൈ ഫസ്റ്റ് ഓപ്ഷൻ MBBS, സെക്കൻഡ് ഓപ്ഷൻ ബിടെക്കിൽ ഏതാണ്? ഏതാ? സിവിൽ എഞ്ചിനീയറിംഗ്. 100%. ബിടെക് സെക്കൻഡ് ഓപ്ഷൻ സിവിൽ എഞ്ചിനീയറിംഗ്. തീർന്നു. ഇനി ഡിസ്കഷൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി അത് കുറേ ദൂരെ പോയിട്ട് ബിടെക് ചെയ്യുന്നതാണോ കോഴിക്കോട് പോയിട്ട് ചെയ്യുന്നതാണോ നല്ലത്? അതാണ് അടുത്ത ഓപ്ഷൻ. വീട്ടിൽ നിന്ന് 2 മണിക്കൂർ പോയിട്ട് വരാമല്ലോ. ആണോ അല്ലയോ? അത് ഓപ്ഷൻ. പിന്നെ എന്തിനാ ആലോചിക്കണം നമ്മള്? മനസ്സിലായോ? NIT ഈസ് എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. NIT സിവിൽ എഞ്ചിനീയറിംഗ് കോഴിക്കോട് ഈസ് വെരി ഗുഡ്. ഇതൊക്കെ നോക്കണ്ടേ നമ്മൾ? റോഡ് സൈഡിൽ മസാല ദോശ കഴിച്ചാൽ 8 റുപ്യക്ക് കിട്ടുമായിരിക്കും. താജിൽ പോയിട്ട് കഴിച്ചാൽ 800 റുപ്യ കിട്ടും ഒരു മസാല ദോശക്ക്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എവിടെ കഴിക്കണം, എന്ത് പോണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അത് എഴുതി വെക്കുക. ഇനി ആരോടും അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ട് കാണുന്നവരോടും ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്പർ 1, നമ്പർ 2 കൺഫ്യൂഷൻ ഇല്ല. മോളുടെ കാര്യത്തിൽ കൺഫ്യൂഷനേ ഇല്ല, വളരെ ക്ലിയർ ആണ്. ഇനി ബൈ ചാൻസ് തൊട്ടടുത്ത സ്റ്റേറ്റിൽ ട്രിച്ചിയിൽ ഇപ്പോൾ ബിടെക്കിന് കിട്ടി, ആലോചിക്കാം. MBBSന് പുറത്ത് എവിടെ കിട്ടിയാലും പോവാൻ നിങ്ങൾ തീരുമാനിക്കാം. സാർ ഇപ്പോ എനിക്ക് ഇപ്പം ഒരു മെഡിക്കൽ കോളേജ് അധികം നല്ലതല്ലാത്തൊരു മെഡിക്കൽ കോളേജിൽ ഇപ്പൊ MBBS കിട്ടുന്നത് പോകുന്നതാണോ, അല്ലെങ്കിൽ NIT പോലത്തെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബിടെക്കിന്? നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഡോക്ടർ ആയാൽ ഏത് മെഡിക്കൽ കോളേജിൽ നിന്നൊന്നും ആരും ചോദിക്കില്ല. നമ്മൾ പഠിക്കുന്നത് നമ്മൾ തന്നെ പഠിക്കണം. വേണോ വേണ്ടിയോ? ഇപ്പം വയനാട് മെഡിക്കൽ കോളേജ് നല്ലതായതുകൊണ്ടാണ് ഇല്ല. അപ്പൊ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി എന്റെ കുട്ടിയാണ്. ഫസ്റ്റ് ബാച്ച് മുതൽ എല്ലാ എക്സാമിനേഷനും 100 ഔട്ട് ഓഫ് 100 എവറിത്തിങ് പെർഫോം. അതാണോ നല്ലത്? അല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് റാങ്ക് ആവുന്നത്? മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഇത് നമ്മൾ തീരുമാനിക്കണം. ഞാൻ എവിടെ എത്തിയാലും ഞാൻ നല്ലോണം പഠിക്കും. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. എൻ്റെ കുട്ടികൾ മംഗലാപുരത്ത് പ്രൈവറ്റിൽ ദന്തിസ്റ്റ് പഠിക്കുമ്പോൾ പല്ല് പറിക്കുകയോ വേണ്ട, അടുത്ത കടയിൽ പോയിട്ട് ചോരയോടുകൂടി മേടിച്ച് കൊണ്ട് കൊടുത്താലും സബ്മിറ്റ് ചെയ്താലും സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് BDS പഠിച്ചത്. പക്ഷെ MDSന് പോയി, അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി. അപ്പൊ നമുക്കിപ്പോ ഒരു ബെസ്റ്റ് ചാൻസ് മിസ്സായി, അടുത്ത ചാൻസ് അതിനേക്കാളും നല്ലതുണ്ടാവില്ല. ഓക്കെ, ഇതിപ്പോ വെറുതെ എന്നോട് ഓക്കെ പറയലല്ല, അവനവനോട് അവനവനെ ഓക്കെ പറയേണ്ട കാര്യം. കിട്ടട്ടെ, അതുവരെ മോൾ അതൊന്നും ആലോചിക്കാണ്ട് വേറെ എന്തെങ്കിലും വായിക്കുക. എൻജോയ് യുവർ ലൈഫ്. കാരണം ഇപ്പോഴേ അമ്മയുടെ കൂടെയും വീട്ടിലും ഒക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് അത് കഴിഞ്ഞ് എവിടെയെങ്കിലും എത്തുമ്പോൾ അവിടെ അതിനേക്കാളും ടെൻഷൻ അടിച്ച് ഇവിടെ വരണ്ടായിരുന്നു എന്നൊക്കെ തോന്നി. കാരണം ഈ ഡിസിഷനൊന്നും എഴുതി വെച്ചില്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ചിലപ്പോൾ അവിടെ ഹോസ്റ്റൽ മോശമായിരിക്കും, ഭക്ഷണം മോശമായിരിക്കും, ക്ലാസ് മോശമായിരിക്കും, പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ സമയത്ത് ആലോചിക്കരുത്, ഇതൊന്നും അനുഭവിക്കാനും സുഖിക്കാനും അല്ലല്ലോ നമ്മളവിടെ പോണത്. എന്തിനാ പോണത്? പഠിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് മാത്രം ഫോക്കസ്, ബാക്കിയൊന്നും എനിക്ക് പ്രശ്നമില്ലാന്ന് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ചു പോവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് വേറെ തന്നെയായിരിക്കും, ഒന്നും ആലോചിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഡിറ്റർമിൻഡ് ആവണം. ഐ ഹാവ് ഡിസൈഡഡ് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്. അത് തീരുമാനിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. മനസ്സിലായോ? നമ്മുടെ ഡിറ്റർമിനേഷൻ ആകുമ്പോൾ ബാക്കി പ്രശ്നങ്ങൾ. ഇപ്പം എനിക്ക് ഒരു പണിയുമില്ലാണ്ട് ഞാൻ 9 മണി വരെ ഇരുന്നത്, ഞാൻ ഓടി പഠിച്ചിട്ടാ വന്നിട്ട് ഈ 9 മണിക്ക് കറക്റ്റ് മെസ്സേജ് അയക്കണത്. ഒരു സെക്കൻഡ് പോലും വൈകൂല ഞാൻ പറ്റുന്നതും. മനസ്സിലായോ? ആദ്യം എന്നോട് പറഞ്ഞത് ഞായറാഴ്ച, ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് 9:30 ഒരു മീറ്റിംഗ് ഉണ്ട്, 9 മണിക്ക് ഞാൻ ഫ്രീ ആവും. അരമണിക്കൂർ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അത് തനിക്ക് ഉപയോഗമുള്ളതാണെങ്കിൽ ശരി ആവട്ടെ വെച്ചിട്ടാ. ഞാൻ 8:55 എനിക്ക് 8:50 ഫ്രീ ആയി. ആ സമയത്ത് ഞാൻ ഒരു പ്രോസസ്സ് തുടങ്ങിയാൽ എൻ്റെ സിസ്റ്റം ബിസിയാവും. അപ്പം എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല.
അപ്പോൾ ആ 10 മിനിറ്റ് ഞാൻ വേറെ എന്തെങ്കിലും സിസ്റ്റം അല്ലാത്ത ചെയ്യാനുള്ള ചെടിക്ക് വെള്ളം നനക്കാനുള്ള പണി ചെയ്യും. മനസ്സിലായോ? എൻ്റെ മകന്റെ കോൾ അറ്റൻഡ് ഉണ്ട് അമേരിക്കയിൽ, അത് സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഐ കമ്മിറ്റ് മൈസെൽഫ്. നമ്മൾ ഒരു പണിക്ക് കമ്മിറ്റ് ചെയ്താൽ ബാക്കി ഒന്നും പ്രശ്നമാകരുത്. മനസ്സിലായോ? ആ കമ്മിറ്റ്മെന്റ് ആണ് ഏറ്റവും അത്യാവശ്യം. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇന്ന് ദർ ഇസ് എ റിക്വയർമെന്റ്. ആ റിക്വയർമെന്റിൽ ഇന്ന് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ നാളെയും മറ്റന്നാളും വരുന്ന റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ സൺഡേ ആ സമയം ഞാൻ സ്പെയർ ചെയ്യുന്നത് പിന്നെ മൺഡേയിലേക്ക് മാറ്റേണ്ടി വരും. വേണോ വേണ്ടിയോ? അപ്പൊ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ജീവിതം. നാളെ എന്നൊരു പരിപാടി പാടില്ല. ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്ന് തന്നെ ചെയ്യണം. ഞാൻ ഇന്ന് ചെയ്യാണ്ട് നാളെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ സൺഡേ എന്നാണ് മോൾ ആദ്യം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? സൺഡേ ഞാൻ കുറെ ഫ്രീ ആണെന്ന് എനിക്ക് തോന്നണം, ഇന്നത്തെക്കാളും ഫ്രീ ആണെന്ന്. ആണോ അല്ലയോ? അങ്ങനെയാണോ ഞാൻ കരുതേണ്ടത്? നാളെയും മറ്റന്നാളും ഞാൻ കുറെ കൂടി ബിസി ആവണം എന്നാണ് ഞാൻ വിചാരിക്കേണ്ടത്. മനസ്സിലാവുണ്ടോ? ഓരോ നിമിഷവും നമ്മൾ അപ്പ ചെയ്യാൻ പറ്റുന്ന അപ്പ ചെയ്യാം. അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ ഓൾവേസ് ബിക്കം സക്സസ്ഫുൾ. ഓക്കെ, എഴുതി വെക്കാം. 2 പ്രാവശ്യം ആലോചിക്കലോ ഡിസ്കസ് ചെയ്യലോ അനാവശ്യമായിട്ടുള്ള ഒന്നും ആവശ്യമില്ല. ഇതാണ് എൻ്റെ നമ്പർ 1, ഇതാണ് എൻ്റെ നമ്പർ 2. ഫൈൻ. ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ജീവിതത്തിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അഗെയിൻ ഇറ്റ് വിൽ കം ബാക്ക്, റിട്ടേൺ. നഷ്ടമായിട്ട് മാറും ചിലപ്പോൾ. നമ്മൾ നന്നായിട്ട് മനക്കെട്ടിട്ടില്ലേ, മനക്കെട്ട തിരിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ഡോക്ടർ ആവുക. ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. ആ പഠിച്ചത് നഷ്ടമൊന്നും ആവില്ല. ഇന്ന് മുതൽ ഡിക്ഷണറി എടുക്കുക, മെഡിക്കൽ ടെർമിനോളജി പഠിക്കുക, ഫസ്റ്റ് പേപ്പർ എന്താന്ന് നോക്കുക, പഠിക്കുക. ഇനി സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കും. ആരാ വേണ്ടാന്നുള്ളത്? പിന്നെ പഠിക്കാൻ പറ്റില്ലോ ജീവിതത്തിൽ? പറ്റോ? ഈ വെറുതെ ഇരുന്നിട്ട് അതന്നെ ആലോചിച്ച് വെറുതെ സമയം കളഞ്ഞ് ഇത് കളയുന്നതിന് പകരം ഇത്രയും കാലം എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന റെസ്റ്റ് എടുക്കാം. കൃത്യമായിട്ട് പറയാൻ പറ്റുമോ ഇടയിൽ റെസ്റ്റ് എടുക്കാണ്ട് ഫുൾ ടൈം പഠിച്ചു, 14 മണിക്കൂർ പഠിച്ചു? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്കഷനെ ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലാവണം? പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ 14 മണിക്കൂറും അങ്ങനെയൊന്നുമല്ല. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി ഡോക്ടർ ആയാലെന്ത്? ഞാൻ ആം ഐ ഗോയിങ് ടു അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുമോ? ഒരു ഡോക്ടർ സെറ്റിൽ ആവണമെങ്കിൽ പിന്നെന്ത് വേണം? മാസ്റ്റേഴ്സ് പഠിക്കണം. ബിടെക് പഠിച്ചാൽ അവിടെ നിന്ന് ജോലി കിട്ടും. അത് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ എബ്രോഡ് പോയാൽ ചിലപ്പോൾ ഡാറ്റാ സയൻസിലോ എന്തിലൊക്കെ. NIT സിവിൽ എഞ്ചിനീയറിംഗിലാണ് എൻ്റെ മരുമോള് പഠിച്ചത്. ഇപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അയാൾ അത് കഴിഞ്ഞ് അമേരിക്ക പോയി ഡാറ്റാ സയൻസ്. അതിനും വേണം 1 കോടി ഉറുപ്പ്യ വില ചെലവ്. വെറുതെ പറ്റുമോ? മാസ്റ്റേഴ്സിന് ഫെലോഷിപ്പ് ഒന്നും തരില്ല അമേരിക്കയിൽ. 1 കോടി ഉറുപ്പ്യ ചിലവാക്കണം. ഓക്കെ, നിങ്ങൾ നല്ല മെറിറ്റിൽ മെഡിക്കൽ കോളേജിൽ കിട്ടിയെന്ന് വിചാരിക്കും. കാശ് കൊടുത്ത് ചേരുന്ന ആൾ എത്ര കൊടുത്തിട്ടാ ചേരുന്നത്? 8 ലക്ഷം ഒന്നുമല്ല മോളൂ. അതിന്റെ ഫീസും എല്ലാം കൂട്ടി വരുമ്പോ ലാക്സ് ആൻഡ് ലാക്സ്. അതാണ് ഗവൺമെന്റ് ഓരോരാളെയും ഡോക്ടറാക്കാൻ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രൈവറ്റിൽ അത്രയും ഫീസ്. അപ്പൊ വെൻ യു ഗെറ്റ് ഇറ്റ് യു തിങ്ക് ദാറ്റ് സംബഡി ഈസ് ഇൻവെസ്റ്റിംഗ് ഓൺ യു. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ എഗെയിൻ യു ഹാവ് ടു പ്രിപ്പയർ. 5 കൊല്ലം പ്രിപ്പയർ ചെയ്ത് കിട്ടാത്ത മാസ്റ്റേഴ്സ് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ട് എനിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അവർക്ക് മൂഡുമില്ല, ഡിപ്രഷൻ. ഡോക്ടറാണ്, പറഞ്ഞാലും MBBS ഡോക്ടറാണ്, പ്രാക്ടീസ് ചെയ്യില്ല, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണു, മാസ്റ്റേഴ്സ് കിട്ടണില്ല അഡ്മിഷൻ. മാസ്റ്റേഴ്സ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. പ്രാക്ടീസിന് പോയാൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇരുന്ന് പ്രിപ്പയർ ചെയ്തു 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 4-മത്തെ പ്രാവശ്യം കിട്ടിയില്ല. എന്ത് ചെയ്യും? അപ്പൊ ഇതൊക്കെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആണോ, നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്നനുസരിച്ചിട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. ടോട്ടലി ഡെഡിക്കേറ്റഡ്, ഫുൾ എഫേർട്ട്. ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ലപോലെ ഭക്ഷണം കഴിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ഇരുന്ന് പഠിക്കുക. അല്ലെങ്കിൽ മോളുടെ ടെൻഷൻ വരുമ്പോൾ വീട്ടിലെല്ലാവർക്കും ടെൻഷനാവും.
ആണോ അല്ലയോ? ഉം. ഇത്രയും കൺഫ്യൂഷനുള്ള ഒരു ആളാവണ്ട. ഇപ്പൊ എത്ര പ്രായം എന്ന് വിചാരിച്ച ഞാൻ ചോദിക്കണില്ല, 10 വയസ്സ് കൂട്ടിയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അതേ തരത്തിൽ വേണം പെരുമാറാൻ. ഇപ്പോഴുള്ള എനിക്ക് പ്രായത്തിനേക്കാളും ആവശ്യമില്ലാത്ത 10 വയസ്സ് പ്രായമുള്ളത് പോലെ പെരുമാറുക. അപ്പൊ എങ്ങനെ പെരുമാറും? അത് മെച്ചൂർഡ് കുറച്ചും കൂടി മച്ചുവേർഡാവും. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യാൻ പോണു, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും കോൺഫിഡൻസ് വരും. അല്ലെങ്കിൽ മോളെ എവിടെയെങ്കിലും അയക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവർക്ക് ടെൻഷൻ അടിക്കും. അവിടെ എത്തിയാലും ടെൻഷൻ അടിക്കും. കാരണം ഈ പ്രായത്തിലൊക്കെ പോകുമ്പോൾ, ഈ പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പം 2 കൊല്ലം കൂടി മൂത്തതായി, അതുപോലെ ഒരു 5-8 കൊല്ലം കൂടി മൂത്തതാന്ന് അങ്ങോട്ട് വിചാരിക്കാം. ഓക്കെ. അപ്പൊ ഞാനിപ്പോ MBBS എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോ പഠിക്കുന്ന രീതിയിൽ നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട. നല്ല പോലെ എല്ലാ എക്സാമിനേഷൻ പാസ്സാവാനും എളുപ്പമാണ്. തോക്കുന്ന ഉറപ്പുള്ള ആള് തലേദിവസം എന്നോട് സംസാരിച്ച് ഞാനിപ്പോ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, ഞാൻ തോറ്റു പോകും, രാത്രി 10 മണിക്ക് എന്നെ ഒരു 8-9 മണിക്ക് വിളിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പരീക്ഷ എഴുതുമ്പോൾ 68-80% കിട്ടാനുള്ള മാർഗം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു കഴിഞ്ഞിട്ട് നല്ലോണം പഠിക്കുന്നവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏതാണ് ഇമ്പോർട്ടൻ്റ് 5 പേരോട് ചോദിച്ചാൽ പരീക്ഷ പാസ്സാകാനുള്ള മാർക്ക് കിട്ടും. പക്ഷെ അതാവരുത് ലക്ഷ്യം. അങ്ങനെ പഠിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഈ മാസ്റ്റേഴ്സിന് പോകുമ്പോൾ ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക, ഡെഡിക്കേറ്റഡ്. എല്ലായിടത്തും നല്ല കുട്ടികളുണ്ടാവും, മോശം കുട്ടികളുണ്ടാവും. ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ എൻട്രൻസിന് കിട്ടിയിട്ടില്ല, റാങ്ക് കുറവാണ്, അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടില്ല, IAS പ്രിപ്പയർ ചെയ്തു കിട്ടിയിട്ടില്ല, ഉടനെ ഞാൻ ചോദിക്കാം നിങ്ങളുടെ അറിയുന്ന 5 പേരിൽ എത്ര പേർക്ക് കിട്ടിയതാണ്? ആർക്കും കിട്ടിയിട്ടില്ല. ആ കമ്പനിയിലാണ് നീ പെട്ടത്, അതുകൊണ്ടാണ് തോറ്റത്. എത്ര എളുപ്പമെന്നറിയോ ഒരാളെ അസസ് ചെയ്യാൻ. നീ അതേ സമയത്ത് അവർ പറഞ്ഞു നീയിരിക്കും എൻ്റെ കൂടെയുള്ള 4 ആൾക്കും കിട്ടിയിട്ടുണ്ടെന്ന്. വളരെ റെയറാ അങ്ങനെ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഒരു പ്രാവശ്യം കൂടി നീ റിപ്പീറ്റ് ചെയ്തോ, നിനക്ക് കിട്ടും. അങ്ങനെ നല്ല കമ്പനിയെങ്കിലും ആണല്ലോ കൂടെ ഉള്ളത്. നിങ്ങളുടെ എല്ലാ കമ്പനി ആലോചിച്ച് നോക്കി, ഇതുവരെയുള്ള റിപ്പീറ്റ് കമ്പനികളൊക്കെ ആലോചിച്ചാൽ അവർക്ക് എത്ര പേർക്ക് ഹയസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് യെസ് എന്ന് പറഞ്ഞിട്ടുള്ള എത്ര പേരുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നു. അപ്പൊ നമ്മുടെ കമ്പനിയാണ് നമ്മൾ തീരുമാനിക്കുക. പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അധികം ഫ്രണ്ട്സിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, ഉണ്ടാവില്ല. കാരണം അവർക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ റിപ്പീറ്റ് വരാന്ന്. അവര് ബുദ്ധിയുള്ളവരാണ്, അവർക്കറിയാം ഇയാളോട് കൂടെ പോയ റിപ്പീറ്റ് ആണ് സ്റ്റൈല്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അതെ ഞാൻ പറയുന്നത്, അത് എല്ലായ്പ്പോഴും അങ്ങനെ സമയം കളയലല്ല, ഫ്രണ്ട്സിന്റെ കൂടെ എന്തൊക്കെ പഠിക്കാനുള്ള ഡിസ്കസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? സമയം കളയാന്ന് പറഞ്ഞാൽ കമ്മലിന്റെ കാര്യവും ഡ്രസ്സിന്റെ കാര്യവും അല്ലല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീരിയസ് ആയിട്ടുള്ള പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്, അതൊക്കെയാണ് ഏറ്റവും നല്ല മാർഗം പഠിക്കാനുള്ളത്. ആചാര്യാ പാദമാദത്തെ, ആചാര്യന്മാരിൽ നിന്ന് 1/4. പാദം ശിഷ്യസ്വമേധയ, സ്വന്തം 1/4. പാദം സ ബ്രഹ്മചാരിഭ്യ, കൂട്ടുകാരെടുത്ത് നിന്ന് 1/4. പാദം കാലക്രമേണ, ബാക്കി പിന്നെ എക്സ്പീരിയൻസ് കിട്ടേണ്ടതാണ്. നല്ലോണം പഠിക്കും. ഓക്കെ, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാം. കാരണം ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പിന്നെ കിട്ടില്ല. ഇപ്പോഴുള്ള ചിന്തകളൊക്കെ ജീവിതത്തിൽ ചാവുന്നവരെ ചിന്തിച്ചോണ്ടിരിക്കുക. പഠിക്കേണ്ടത് ഇപ്പൊ തന്നെ പഠിക്കണം. ബാക്കി എല്ലാ എന്റർടൈൻമെന്റും, നിങ്ങൾ ഏത് എന്റർടൈൻമെന്റ് എടുത്തോ, അത് ഏത് പ്രായത്തിലും പറ്റും. പക്ഷെ പഠിക്കാനുള്ളത് ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് എന്റർടൈൻമെന്റ് കുത്തോട്ട് പോകും. ചെറുപ്പത്തിലുള്ള എന്റർടൈൻമെന്റ് അല്ലല്ലോ ഇപ്പം. പ്രായത്തിൽ കൂടി എഡ്യൂക്കേഷൻ കൂടുമ്പോൾ എന്റർടൈൻമെന്റ് സ്റ്റാൻഡേർഡും കൂടും. അപ്പോൾ അടുത്ത എന്റർടൈൻമെന്റ് അതിനേക്കാളും കൂടും. അപ്പൊ അതുകൊണ്ട് നല്ല പോലെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. മാസ്റ്റേഴ്സിന് പോയിട്ട് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യണോ, ഇറ്റ് ജസ്റ്റ് എ ഗ്രാജുവേഷൻ MBBS. അത് കഴിഞ്ഞിട്ട് ഞാൻ സിവിൽ സർവീസ് എഴുതണോ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എഴുതണോ, അല്ല ഇന്ത്യൻ മെഡിക്കൽ എന്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഓപ്ഷൻസ്. ഓക്കെ, സ്പെഷ്യലൈസ് ചെയ്യേണ്ട ഇമ്മ്യൂണോളജിയിൽ വേണോ, സോഷ്യൽ വർക്കിൽ വേണോ, അല്ല നാനോ ടെക്നോളജിയിൽ പോകണോ, കുറേ ഓപ്ഷൻസ് ഉണ്ട്.
അപ്പോൾ നമ്മുടെ അതൊക്കെ പഠിക്കാനുള്ള ഒരു ജനറൽ ആയിട്ടുള്ള അവയർനെസ്സും കൂടി ഉണ്ടാവും. ദെൻ യു വിൽ ബിക്കം സക്സസ്ഫുൾ. പിന്നെ സാർ ഇപ്പോ എന്റെ പേഴ്സണലായിട്ട് ഞാൻ എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ് ചെയ്യേണ്ടതെന്ന് സാറിന് ഡോക്ടറിനിപ്പോ ഞാൻ ഇതുവരെ സംസാരിച്ചാൽ എന്തൊക്കെയാ തോന്നിയിട്ടുള്ളത്? അല്ല, യു ആർ ഗുഡ്. ആ എഴുതുന്നത് വായിക്കുന്നത് ഡോണ്ട് തിങ്ക് ദറ്റ് എനിക്ക് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് അമ്പരക്ക് സെറ്റ് ചെയ്യാന്ന്. ഒരു 10 മെസ്സേജ് വരുമ്പോൾ ആ മെസ്സേജിൽ എഴുതുന്നത് കണ്ടാൽ ഐ വിൽ സെലക്ട്. നല്ലോണം വഴക്ക് പറഞ്ഞ് വിടുന്നവരുണ്ട്. ഫസ്റ്റ് യു ലേൺ ഹൗ ടു അഡ്രസ്, ഹൗ ടു ടോക്ക്, ഹൗ ടു. മോള് യൂട്യൂബിൽ എഴുതിയ കമന്റ് ഞാൻ കണ്ടു, ഹൗ ടു കോണ്ടാക്ട് യു. എഴുതിയോ ഇല്ലയോ? ഡോണ്ട് തിങ്ക് ഞാൻ ഒന്നും കാണാന്നല്ലാന്ന്. ഓരോന്ന് കാണും, അത് കൃത്യമായിട്ട് അറിയും. ഉടനെ തന്നെ മെസ്സേജ് അയച്ചത് കണ്ടു, അവ തമ്മിലുള്ള ടൈം ഗ്യാപ്പ് കണ്ടു. ഐ ഡു ലോട്ട് ഓഫ് അനാലിസിസ്. അതെല്ലാം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മെസ്സേജ് കുറച്ചും കൂടി എക്സ്പാൻഡ് കണ്ടു. ഓക്കെ, ഡു വെൽ. ഇനിയും കാണാം നമുക്ക്. സി ദ വേൾഡ് ഈസ് വെരി സ്മോൾ. ഞാൻ കഴിഞ്ഞ മിഞ്ഞാന്ന് ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്നു, ഇപ്പൊ ഹൈദരാബാദിലാണ്. ഞാൻ ഐ ഡോണ്ട് സ്റ്റേ ഇൻ ഇരിങ്ങാലക്കുട. എൻ്റെ വൈഫിന്റെ വീട് ഇരിങ്ങാലക്കുട. സോ ഐ കീപ് കമ്മിങ്. ഞാൻ കുറെ ഓടിച്ചിട്ടുള്ള 3 പീടിക. കാരണം അവിടുന്ന് കോഴിക്കോടേക്ക് പോകുമ്പോൾ ഐ കം ടു 3 പീടിക, അവിടുന്ന് നേരെ റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് പോകും. കൊടുങ്ങല്ലൂർ ഇഷ്ടംപോലെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ, കൊടുങ്ങല്ലൂർ ഡോക്ടർ TPS നടിക്കുക, ഇരിങ്ങാലക്കുട ഡോക്ടർ TPS നടിക്കുക. യു വിൽ സീ മീ. 3 പീടികയിലും ഉണ്ട് ചെറിയ ഒരു സത്സംഗിനും ഒക്കെ ഞാൻ വന്നിട്ടുണ്ട് ക്ലാസ് എടുക്കാനായിട്ട്. ആ പറ. 3 പീടികയിലടക്കം വന്നിട്ടുണ്ടെന്ന് പറയാം. പറ. എനിക്കിപ്പോ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഇപ്പൊ സാർ ഡോക്ടറിനോട് ഇപ്പൊ സംസാരിക്കാൻ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഒരു പേടിയുണ്ട്. എന്റെ മോളെ 1000 പേര് ആലോചിക്കുന്നതില് 100 പേര് മെസ്സേജ് അയക്കുന്നതില് 10 പേര് ഇങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് മാത്രം എന്നോട് സംസാരിക്കും. സോ ഡോണ്ട് തിങ്ക് യു ആർ നോട്ട് ഗുഡ്. യു ആർ ഗുഡ്. മനസ്സിലായ? ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ചൊരു ടെൻഷൻ ഉള്ളതൊക്കെ നിന്റെ കൈയിന്റെ പിന്നെ മൂവ്മെന്റ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. സോ ഐ നോ പീപ്പിൾ. മനസ്സിലായോ? അതിപ്പം മാറി. തുടങ്ങുമ്പോഴുള്ള ആളല്ല ഇപ്പം. കുറച്ച് പ്രാക്ടീസ് ആകുമ്പോൾ അതൊക്കെ മാറും. സോ വി വിൽ കീപ് മീറ്റിംഗ്, ഡോണ്ട് വറി. പക്ഷെ ഇന്ന് മുതൽ അടുത്ത ഒരു മീറ്റിംഗ് വരെ എന്ത് പഠിച്ചു എന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. കുറേ കോഴ്സ് ഉണ്ട്. മെഡിക്കൽ സയൻസ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് അടിച്ചു നോക്ക്. 20,000 ഫ്രീ കോഴ്സ് കിട്ടും. ഓക്കെ, വെറുതെ അടിച്ചു നോക്കുക, വെറുതെ ജോയിൻ ചെയ്യുക, കാശൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ലെക്ചർ കേൾക്കുക, കുറെ ആളുടെ സംസാരിക്കുക. Then your communication skill will improve, stamina will improve. You are good. First, now you are my girl. No, don't think anything else. You are strong. Thank you, sir. Thank you, sir. മനസ്സിലായോ? ഇപ്പൊ എന്നോട് സംസാരിക്കാൻ തനിക്ക് പറ്റുമെങ്കിൽ ലോകത്ത് ആരോടും സംസാരിക്കാം. Why do you worry? നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ഒരു പ്രൊഫസറും എന്നെക്കാളും മുകളിലല്ല, അവരൊക്കെ എൻ്റെ താഴെയാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടറായിരുന്നു. മെഡിക്കൽ കോൺഫറൻസുകളിൽ കൽക്കട്ട മെഡിക്കൽ ഡോക്ടർ TPS നടിക്കും. യു വിൽ സി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ ഡോക്ടർമാർക്ക് ക്ലാസ് എടുക്കുന്നതാണ്. അത് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ചീഫ് ഗസ്റ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് കൽക്കട്ടയിലേക്ക്, മെഡിക്കൽ കോൺഫറൻസ്. ഓക്കെ, മെഡിക്കൽ കോളേജിന്റെ വൈസ് ചാൻസലറും ഒക്കെയാണ് എന്നെ ക്ലാസ്സുകളിലേക്ക് കയറ്റെടുക്കുക. MBBS അവിടെ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കോൺഫറൻസിന് പോയതാണ്, നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനോട് ഐ വാണ്ട് ടു അഡ്രസ് them. അവിടെ ഉടനെ പോയി. So it's my regular activity. Okay, appo don't worry. Just you are bold, you are good. Thank you, sir. Be strong. ഭയമൊന്നും വേണ്ട. Okay. Thank you, sir. ഇത് ഇടാലോ അല്ലേ? Okay, sir.